കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. പ്രണവിന്റെ ലുക്കിനെ പറ്റി പലരും എത്രയോ ട്രോളുകൾ വന്നപ്പോഴും എൻ്റെ ലുക്കിനെ പറ്റി ഞാൻ ഏറ്റവും വിചാരിച്ചത് എൻ്റെ ലുക്കിനും ഈക്വലി ട്രോൾസ് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അച്ഛൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പരിചയമില്ലാതെ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തമാശയോ ഒരു സാധനം വന്നിട്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു പറഞ്ഞിട്ട് പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കുന്ന ഞാൻ അത്ഭുതത്തോടെ ചെറുപ്പത്തിലൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ എത്രയോ തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നീ അന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ ചേട്ടാ ഞാൻ ഇതാ ബാറിന്ന് കുപ്പി എടുക്കാൻ വേണ്ടി ഇതാ പോവാ, കഴിഞ്ഞ ഉടനെ ഞാൻ ചേട്ടനെ വിളിക്കാട്ടോ. നീ വേറൊരു നടന്റെ അടുത്ത് ഇത് പറയില്ല. നീ എന്നോട് അന്ന് വിളിച്ച് പറഞ്ഞ എന്താ ചേട്ടാ ഇപ്പൊ ചേട്ടാ ഞാൻ ഇപ്പൊ അത് ഞാൻ ഇവനെ ഇന്റർവ്യൂവിന്റെ പിറ്റേ ദിവസം ഇന്റർവ്യൂവിന്റെ നമുക്ക് സമയം ഇതിനാക്കാം ചേട്ടാ ഞാൻ കുപ്പി എടുത്തിട്ട് ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഓർമ്മയില്ല. നമ്മൾ ഇന്ന ഡയലോഗ് പറയാൻ പറ്റും, നമ്മൾ ഇന്ന ജീൻസ് ഇടണം, ഇത്ര വിലയുള്ള ജീൻസ് ഇടണം, ഇന്ന ഷൂ ഇടണം, അതൊന്നും ഒന്നും മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് ധ്യാൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹം ധ്യാൻ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധ്യാൻ ശ്രീനിവാസനും കലാഭവൻ ഷാജനുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഈ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടില്ല. ഇതിൽ കാണുകയില്ല. നദികളിൽ സുന്ദരി യമുനയിൽ ഉണ്ട്, പക്ഷെ കോമ്പിനേഷൻ ഞാൻ വളരെ കുറച്ചാണ്. അതുകൊണ്ട് ഓൺ തീർച്ചയായിട്ടും ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. ധ്യാനം ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ ഒരു സിനിമയിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു സിനിമ കൂടെ ചെയ്തു. ഞാൻ നമ്മള് ലാസ്റ്റ് മിനിറ്റ് ഞാൻ വിളിച്ചതിന്റെ പുറത്ത് ഷാജോൻ വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്ന. ഇതിലും കോമ്പിനേഷൻ ഇല്ല നിങ്ങൾ തമ്മിൽ? ഇതിലും കോമ്പിനേഷൻ ഇല്ല. പക്ഷെ നിങ്ങളുടെ ഇപ്പൊ ഫസ്റ്റ് ഡയറക്ടോറിയൽ നോക്കുകയാണെങ്കിൽ ഈ 2019 അതിലേക്കായിരുന്നു നമ്മൾ തുടർച്ചയായിട്ട് ചോദിക്കാന്ന് വെച്ചാൽ 2019 ഓണത്തിന് ക്ലാഷ് റിലീസ് ആയിരുന്നു രണ്ടുപേരും ഡയറക്ടോറിയൽ. ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് വർഷങ്ങൾക്ക് ശേഷം ആവേശമൊക്കെ ക്ലാഷ് റിലീസ് ഇറങ്ങിയപ്പോഴും ഇപ്പോൾ വിനീതേട്ടനൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അൻവറിക്കയുടെ കൂടെ, ആവേശത്തോടെ വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ക്ലാഷ് റിലീസ് സമയത്തൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സെൻസറിന് ഒരേ ഡേ ആയിരുന്നു. അപ്പൊ അന്ന് അവിടെ വെച്ചേ കണ്ടിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുമ്പോ നമുക്കൊരു ഫീൽ ചെയ്യല്ലോ. ആരായിരിക്കും വിന്നർ? നമുക്ക് മറ്റേ ഗോതയിൽ കാണാന്ന് പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ് നമ്മൾ ആഗ്രഹിക്കൂലല്ലോ. അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ സിനിമ, അങ്ങനെയാണല്ലോ. ഷാജൻ ചേട്ടൻ ഇപ്പോൾ ഇതിന്റെ ആദ്യം തന്നെ പറഞ്ഞത് ധ്യാൻ ചേട്ടന്റെ കൂടെ ഇന്റർവ്യൂവില് സംസാരിക്കേണ്ട എക്സൈറ്റ്മെന്റും ത്രില്ലും എന്നൊക്കെയാണ്. പ്രശ്നം പറ്റുന്ന വെച്ചാൽ അത് നിന്റെ ഇന്റർവ്യൂ ആവുന്ന ഒരിക്കലും ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അത് വന്ന സ്ഥലം അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഈ സെറ്റിൽ ധ്യാൻ ശ്രീനിവാസനും ഇന്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസനും രണ്ട് വ്യത്യസ്ത ആൾക്കാരാണെന്നൊക്കെ ഉള്ള ഇതിലാണോ? അല്ലെങ്കിൽ അങ്ങനെ അതല്ല, സെറ്റിൽ ഞാൻ ധ്യാനം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. 2-3 സിനിമയായിട്ട് ഇപ്പൊ ധ്യാനം ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ധ്യാനം ഞാൻ അതിന് മുൻപ് മുതൽ കണ്ടു തുടങ്ങുന്നത് ഇന്റർവ്യൂസിലാണ്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ധ്യാനോട്. കാര്യം നമുക്ക് ചിലരോട് അങ്ങനെയാണ്, നമുക്കൊരു പെട്ടെന്നൊരു ഇഷ്ടം തോന്നും. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒരു ബന്ധവും കാര്യങ്ങളും മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും ചിലർ പെട്ടെന്ന് നമ്മുടെ ഒരു മനസ്സ് കീഴടക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരാളാണ് ധ്യാനം എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ അതിന് മുൻപ് ഞാൻ പരിചയപ്പെട്ട ആളും കണ്ടു തുടങ്ങിയ ആളാണ് വിനീത്. പക്ഷേ വിനീതിനോട് അങ്ങനെ ഒരു അടുപ്പോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ധ്യാനോട് എനിക്ക് എന്തോ ഒരു, എന്നാൽ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും അങ്ങനെ വിളിക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ കാണുമ്പോൾ എന്തോ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണമെന്നോ ഒരു ഉമ്മ കൊടുക്കണമെന്നൊക്കെ തോന്നുന്ന ഒരാളാണ് ധ്യാൻ. അത് ഇൻ്റർവ്യൂ കണ്ടുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമ്മളങ്ങനെയല്ലോ, നമ്മൾ കുറേ ആളുകളെ ഇങ്ങനെ കണ്ട് വരുന്ന ഒരാളാണ്. അതിനകത്ത് എന്താണ്, നല്ലവരെന്ന് അഭിനയിക്കുന്ന ആളുകളുണ്ട്, നല്ലവരായിട്ടും
മോശമെന്ന് അഭിനയിക്കുന്ന ആളുകളുണ്ട്. ഞാൻ നല്ലവനാണെങ്കിൽ എന്നെ മോശമെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളെ നല്ലവനാണെങ്കിലും എന്താണ് മോശമെന്ന് അഭിനയിച്ചിട്ട് വിജയിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, എന്നാൽ ഓപ്പോസിറ്റ് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടു വരുന്ന ഒരാളുകളാണ് പ്രത്യേകിച്ച് നമ്മളെ സിനിമ. അതാണ് സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏത് കാറ്റഗറിയില്ല? അതിനുള്ളിൽ ഒരു മുഖം മൂടിയും ഇല്ലാതെ ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാള്. ഇപ്പം നമ്മളോടൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ നല്ലൊരു നടനാവണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറാവണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സിനിമാക്കാരനാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ മുൻപ് കണ്ടു വന്നിട്ടുള്ള കുറേ ആളുകളെയല്ലേ, അല്ലേ? നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ്, മുൻപ് കണ്ടിട്ടുള്ള മമ്മൂക്കയെ പോലെ സാക്രിഫൈസ് ചെയ്യണം, എന്നാലേ ഫുഡ് കൺട്രോൾ ചെയ്യണം, നമ്മൾ തടി നോക്കണം, മറ്റൊന്നും. അതൊന്നുമല്ല എന്നുള്ളതാണ്. നമ്മൾ സിനിമയെന്ന് പറയുന്നത് സിനിമയ്ക്ക് ആദ്യം നമ്മളെ വേണം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ധ്യാൻ ശ്രീനിവാസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ല, അതിനകത്ത് ഇങ്ങനെ കുറേ അടികളുണ്ട്, കുറേ ഗസറ്റുകളുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ പറയാണ്, എന്താണ് എനിക്ക് കിട്ടിയില്ല, മനസ്സിലായില്ല. അതായത് ഇപ്പൊ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തടി കുറയ്ക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ അപ്പിയറൻസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീഡിയക്ക് മുന്നിൽ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ സ്ക്രീനിൽ വേറെ ആളായിട്ട് കാണുന്നവരുണ്ട്. ധ്യാൻ എന്താണോ, ധ്യാൻ അങ്ങനെയാണ്. ഞാൻ ഇപ്പോഴാണ് പിന്നെ ഇത്ര ഒരു ചുളിവ് മാറിയ ഒരു ഷർട്ട് നിങ്ങൾ കാണുന്നത്. ഇതിനു മുമ്പ് ഇരുന്നപ്പം ഇതിലും ചുളുങ്ങിയതായിരുന്നു. ഇതെന്തോ അലക്കി തേച്ച് മടക്കി ഷൂവിനകത്ത് വെച്ച പോലത്തെ ഒരു ഷർട്ടല്ലേ ഇതിട്ടുണ്ട്. ഒരു മീഡിയയുടെ മുന്നിൽ വരിക, ആ ആളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 100 കണക്കിന് ക്യാമറകൾ വരിക, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓടുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമയിൽ എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. ആ ആളെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്, അല്ലേ? അപ്പൊ അത് ഒരു മാജിക് അല്ലേ? അതാണ് സത്യത്തിൽ ഈ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ബേസിൽ പറയല്ലേ, ഇതാണ് ആ സിനിമയുടെ മാജിക്. അത് സിനിമയുടെ മാജിക്കാണ്. കോണാത്തിലെ മാജിക്കാണ്. അതൊരു മാജിക്കാണ്. ഇതിനൊരു ആൻസർ ഇല്ല ഇതിന്. ഇതെന്താവണം, നമ്മൾ ഇങ്ങനെ വന്നാലേ നമ്മളെ ഇങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്താലേ നമ്മളെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ, അല്ലെ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ തടി കുറഞ്ഞിരിക്കണം, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമ്മൾ ഇന്ന ഡയലോഗ് പറയാൻ പറ്റണം, നമ്മൾ ഇന്ന ജീൻസ് ഇടണം, ഇത്ര വിലയുള്ള ജീൻസ് ഇടണം, ഇന്ന ഷൂ ഇടണം. അതൊന്നും ഒന്നും മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് ധ്യാൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹം ധ്യാൻ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതൊരു മാജിക്കാണ്. ഇങ്ങനെ ഒരാളെയും എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിനു മുൻപ്. എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം ഇത് പറയാനായിട്ട് ഏറ്റവും നല്ലൊരു വേദി എവിടെയാണെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ഞാനിത് പറയുന്നത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുള്ള ഒരാളാണ്. ഈ കാണുന്നതല്ല, ഈ കണ്ടതുമല്ല ആള്, ഇതൊന്നുമല്ല ആള് എന്നുള്ളതാണ് സത്യം. ഇനി ഒരുപാട് കാണാനുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് ഇത്രയും ധ്യാൻ ചെയ്തിട്ടുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ധ്യാനം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാൾ. അത് ധ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടുമില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. ഞാൻ ധ്യാൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞത്. ഞാനിന്ന് വന്നത് ഈ പാർട്ട്നേഴ്സിൻ്റെ സത്യം പറഞ്ഞ പ്രസ് മീറ്റിലല്ല, ഞാൻ ധ്യാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഇത്രയധികം ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റുക എന്നറിയാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. കാര്യം വലിയ വലിയ ആളുകൾക്കൊന്നും അങ്ങനെ പറ്റാറില്ല. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു മാജിക് എന്ന് കാണാം. അതൊന്നും വേറൊന്നുമല്ല, ഇതാണ് പുള്ളി സംസാരിക്കുക, ഇതാണ്. അതിനകത്ത് അപ്പുറത്തൊന്നുമില്ല. അതിനകത്ത് എന്താണ് ഒന്നും വരുത്തി തീർക്കുന്നില്ല. നമ്മളാണെങ്കിൽ തന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് മോനെ അല്ലെ ഇടൂ എന്നൊക്കെ പറയും. ധ്യാനതാണ് തോന്നുന്നത്. ചിലപ്പോൾ എടാന്ന് വിളിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇടൂ എന്ന് വിളിക്കാനായിരിക്കും, അല്ലെങ്കിൽ പേനായിരിക്കും. അത് എന്താണോ ധ്യാനം തോന്നുന്നത് അത് ധ്യാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ് കാര്യം. ഇവർ രണ്ടുപേരും ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ 2 മക്കളാണ്. അപ്പം വളരെ ഡീസൻ്റായിട്ട് പോകുന്ന, ആർക്കും പിടുത്തം തരാത്ത ഒരാൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് മലയാള സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇതൊന്നും ശ്രമിക്കാതെ ഒരു പണിയെടുക്കാതെ ഒരാൾ ഇത്രയും മലയാളികളുടെ മനസ്സ് കീഴടക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയെടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലേ? അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് മലയാളികൾ. അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അത്രയേ ഉള്ളൂ. ധ്യാൻ ചേട്ടാ,
ഇതിന് ഞാൻ എന്ത് പറയും? ഇത് വെച്ചിട്ട് ഇത് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം. മറുപടി ഇല്ല, ഈ ചോദിക്കരുത്. ഇന്റർവ്യൂവിന്റെ തുടക്കം തന്നെ ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനിൽ ധ്യാൻ ചേട്ടനെ പറ്റി ഇത്രയും വർണ്ണിക്കുന്നത് ഇപ്പൊ വിക്കിപീഡിയ തുടങ്ങി ന്യൂസ് മാധ്യമങ്ങളൊന്നും ഇതുപോലെ വർണ്ണിച്ചിട്ടില്ല. അത്തരത്തിൽ പറഞ്ഞ ഷാജോൺ ചേട്ടന്റെ എന്താണ് അതിന്റെ റിപ്ലൈ എന്താ ശരിക്കും? അതാ നീ ഇതിന് മറുപടി എന്നോട് ചോദിക്കരുത്. അതാണ് ആദ്യം പറയുന്നത്, ഇതിന് മറുപടി ചോദിക്കരുത്, അത് ഞങ്ങൾ തമ്മിൽ തല്ലി തീർത്തോളാം. അല്ല, എനിക്കതില് ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ഇപ്പം ഞാൻ ചെറുപ്പം മുതലേ അച്ഛനെ കണ്ട് വളർന്നതാണ്. എന്ന് വെച്ചാൽ അച്ഛൻ ആൾക്കാരോട് പെരുമാറുന്ന രീതി, അച്ഛൻ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, അച്ഛൻ എല്ലാവരെയും ഒരു വളരെ എന്താ പറയണ്ടേ, നമ്മൾ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിടുന്ന വസ്ത്രമോ നമ്മളിടുന്ന ഇതോ ആൾക്കാർ കാണുന്ന അതൊന്നുമല്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഏറ്റവും അടുത്ത ഒരാളുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്ന അവരുടെ സംസാരമായിരിക്കും ചിലപ്പോൾ, അല്ലെ? അവർ എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു, അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു. അയാൾ വലിയ നടനായതുകൊണ്ടോ നമുക്ക് അതുകൊണ്ടൊന്നും നമുക്ക് ഒരാളോട് അടുപ്പം തോന്നില്ലല്ലോ. നമുക്ക് എപ്പോഴും അത് ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛൻ ഒരു സ്ഥലത്ത് പോയിട്ട് 1-2 സ്ഥലങ്ങൾ 1-2 സാധനങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പരിചയമില്ലാതെ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തമാശയോ ഒരു സാധനം വന്നിട്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ട് പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കുന്ന ഞാൻ അത്ഭുതത്തോടെ ചെറുപ്പത്തിലൊക്കെ നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ സ്വാഭാവികമായിട്ടും ഉണ്ട് പുള്ളിക്ക്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ അത് കയ്യിലെടുക്കുക എന്നുള്ളത് എന്താ പറയണ്ട, കയ്യിലെടുക്കാൻ വേണ്ടി കയ്യിലെടുക്കുന്നതുമല്ല, ഭയങ്കര ഓർഗാനിക് ആയിട്ട് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് വളരെ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, ഒരാളോട് സംസാരിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ സിനിമ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ പോലും ഒരു ഷോട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, സംസാരിക്കും. ചില ആൾക്കാർ ക്യാരവാനിലോട്ട് പോകും, ചില ആൾക്കാർ എവിടെ നിന്ന് സംസാരിക്കും, ചിലർ പോകും. നമുക്ക് ആരോട് ഇപ്പം ഞാനും ഷാജിനോട് ഇരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്, കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും അങ്ങനെ കഥ പറയുന്ന ആളൊന്നുമല്ല. ഞാൻ മാറിയിരിക്കുന്ന ആളാണ്, മാറിപ്പോയിരിക്കുന്ന ചില സെറ്റിൽ ചില ആൾക്കാരുടെ അടുത്ത്, പ്രത്യേകിച്ച് സീനിയേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കാനേ എനിക്ക് ഇന്റർവ്യൂവിലുള്ള ഒരു കംഫർട്ട് സോണൊന്നും സീനിയേഴ്സുമായിട്ടില്ല. പക്ഷെ ഷാജോൺ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് അതുണ്ട്. എന്നുവെച്ചാൽ അത് എല്ലാവരുടെ അടുത്തും നമുക്ക് കിട്ടുന്നതല്ല, അത് ഒരു ഗിവ് ആൻഡ് ടേക്കാണ്. നമ്മുടെ സിനിമയിൽ എങ്ങനെയാണോ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടോ, അത് തന്നെയാണ് ഓഫ് സ്ക്രീൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കൊന്നും ഇവിടെ എൻ്റെ അടുത്ത് കാട്ടിക്കൂട്ടാനുമില്ല. നമുക്ക് ഞാൻ നല്ലതാണ്, ഞാൻ എൻ്റെ വീരവാദങ്ങളോ കഥകളോ ഞാൻ ചെയ്ത, നമ്മൾ സിനിമയൊന്നുമല്ല സംസാരിച്ചത്, നമ്മൾ ഓഫ് ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം. അതിലൊക്കെ ഉള്ളതിലും ഒക്കെ ലൈഫുണ്ട് എവിടെയൊക്കെയോ. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരാളെ ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തുന്ന പോലെ പെട്ടെന്ന് നമ്മൾ ഒരാളുടെ ലൈഫിലോട്ട് അങ്ങ് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് എടുത്തറിയുക. അതൊരു സിനിമയുടെ 1-2 ദിവസങ്ങൾക്കിടയിൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ വേറെ കാര്യം, അയാൾ എന്താണെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് പക്ഷെ എന്നാൽ പോലും അയാളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യുക, അയാൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണെന്ന് ഫീൽ ചെയ്യുക, അയാളോട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് പേഴ്സണലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനർജി എനിക്ക് നീയായിട്ടുണ്ട് ആക്ച്വലി, ഇല്ലേ? നമുക്കിടയിൽ ഒരു എനർജി ഉണ്ട്. നമ്മൾ 3 തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നീ അന്ന് എന്നോട് വിളിച്ച് പറഞ്ഞത്, ഞാൻ ചേട്ടാ ഞാൻ ഇതാ ബാറിന്ന് കുപ്പി എടുക്കാൻ വേണ്ടി ഇതാ പോവാ, ഞാൻ കഴിഞ്ഞ ഉടനെ ഞാൻ ചേട്ടനെ വിളിക്കാട്ടോ. നീ വേറൊരു നടന്റെ അടുത്ത് ഇത് പറയില്ല. നീ എന്നോട് അന്ന് വിളിച്ച് പറഞ്ഞ എന്താ, ചേട്ടാ ഇപ്പൊ ഞാൻ ഇപ്പൊ അത് ഞാൻ ഇവനെ ഇന്റർവ്യൂവിന്റെ പിറ്റേ ദിവസം ഇന്റർവ്യൂവിന്റെ എടാ നമുക്ക് സമയം ഇതിനാക്കാം ചേട്ടാ, ഞാൻ കുപ്പി എടുത്തിട്ട് ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഓർമ്മയില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ അത് പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് ഞാനായത് കൊണ്ടാണ് നിനക്കൊരു നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ട് എവിടെയൊക്കെയോ, അത് നാച്ചുറലായിട്ട് ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന.
അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഈ പറഞ്ഞ പോലെ അങ്ങ് ചീഞ്ഞ് അളിഞ്ഞു പോയുള്ള അല്ലല്ല, ഇത് വേറൊന്നുമല്ല. നമ്മൾ ഏത് ചാനലിന് മുന്നിൽ പോയിരുന്നാലും ക്യൂവിന്റെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡീസെന്റ് ആവും. കാര്യം നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വേറെ ഇതിലാണ്. പക്ഷെ കംപ്ലീറ്റ് ഇത് പൊളിഞ്ഞു. അതാണ് ധ്യാൻ ശ്രീനിവാസൻ. അതാണ് പറഞ്ഞ ഈ മനുഷ്യന് എന്തൊക്കെയോ ഒരു മാജിക് ഉണ്ട്. അത് കുറച്ചുകൂടി ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഒരു രീതിയിൽ ഇത് ഗംഭീരമായിട്ട് ഇത് മാജിക്കല്ല, പോക്രിത്തരമായിപ്പോയിന്നാണ്. അത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു അന്ന് ഞാൻ അത് പറഞ്ഞത്. പക്ഷെ ഇതിങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഇതിന് കൗണ്ടറായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കും. അതായത് എപ്പോഴും ധ്യാൻ ചേട്ടനെ ട്രോൾ ചെയ്യുന്നത്, അതായത് ആഴ്ചയിൽ സിനിമ ചെയ്യുന്നു, ഇത്രയും വാരി വലിച്ച് സിനിമ ചെയ്യുന്നു, ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അവര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഇന്നുകൂടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ വന്ന് പ്രസ് മീറ്റിന് വന്ന് അതിനുശേഷം രാത്രി മുഴുവൻ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന ആ രീതിയിലുള്ള ഒരു കൾച്ചറാണ്. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഇത് ആഴ്ചയിൽ വീക്കിലി റിപ്പീറ്റേറ്റീവ് ആകുമ്പോഴേക്ക് നമുക്കൊരു മുണ്ടൈൻ സ്വഭാവം വരുമല്ലോ, ഇത് റിപ്പീറ്റേറ്റീവ് ആവുന്നത്. ഇതിൽ അപ്പോഴും ഒരു രീതിയിലും ഫ്രസ്ട്രേറ്റഡ് ആവാതെ എല്ലാ എനർജിയും പിടിച്ചു നിന്നിട്ടാണല്ലോ ഈ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇതിൻ്റെ ചിൽപ്പിൽ എന്താ ശരിക്കും ഇത്രയും എനർജി കിട്ടുന്ന ഒരു ചിൽപ്പിൽ? ഒന്നുമില്ല, കമ്മിറ്റ്മെന്റ്. നമ്മളെ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ജോലിയോട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ജോലിയോട് എന്തൊക്കെ പറഞ്ഞാലും ആ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ വർക്ക്, കാരണം ഇത് നമ്മുടെ പാർട്ട് ഓഫ് ജോബാണ്. ഒരു പടം വന്ന് പ്രൊമോട്ട് ചെയ്യും. ഇപ്പം നാളെ രാവിലെ എനിക്ക് ഷൂട്ടുണ്ട്, ഇന്ന് രാത്രി വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത്, ഇന്ന് പാതിരാത്രി തീരുന്ന വരെ ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ വർക്ക്. അതിനാണ് ഞാൻ ഐ എം പെയ്ഡ് ഫോർ ദിസ്, അല്ലെങ്കിൽ ഞാൻ അതിനാണ് പൈസ വാങ്ങിക്കുന്നത്. ഇത് നമ്മൾ എഗ്രിമെന്റ് ചെയ്യുന്ന ഉൾപ്പെടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതും കൂടെ വെച്ച് പ്രൊമോഷന്റെ കൂടെ ഇത് ഇന്നത്തെ എഗ്രിമെന്റിൽ അതുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധനത്തിനകത്ത് എഗ്രിമെന്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതിന് നമ്മൾ വന്നിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. നമ്മൾ അതിനാണ് സൈൻ ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ വി ആർ ലൈക്ക് ഇത് ചെയ്തേ പറ്റൂ. അപ്പം ആ രീതിയിൽ നമ്മൾ ഷൂട്ടിന് പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്, ഒരു സിനിമയ്ക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പം അതിനകത്ത് വേറെ ചിൽപ്പില്ലോ അതിനകത്ത് ക്രാക്ക് ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. ഇറ്റ്സ് അവർ ജോബ്, നമ്മളത് ചെയ്തേ പറ്റും. ഈ സമയത്തിന് സെറ്റിൽ വരുന്നു, കറക്റ്റ് പറഞ്ഞ ഡേറ്റിന് തന്നെ ഒരു സിനിമ തീർക്കുന്നു, അതുപോലെ തന്നെ ഈ പ്രൊഫഷണലിസം ഒക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ഏറ്റവും അടുത്ത് ധ്യാൻ ചേട്ടൻ ഇതൊക്കെ ഈ ട്രേറ്റ്സ് ഒക്കെ ഏറ്റവും അടുത്ത് കണ്ട ഒരു വ്യക്തിയും കൂടെയാണല്ലോ ശാവൻ ചേട്ടൻ. ഇന്റർവ്യൂവിന്റെ കാര്യം സംസാരിച്ചു, ഇത് സെറ്റിൽ വീക്ഷിച്ചപ്പോൾ എന്താ തോന്നുന്നത്? ഇത്രയും പ്രൊഫഷണൽ. വളരെ കറക്റ്റാണ് ധ്യാൻ ഈ പറഞ്ഞതുപോലെ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളല്ല ധ്യാൻ ഈ പറയുന്നത് പോലെ. കൃത്യമായിട്ട് സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. അതൊക്കെയാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. നമ്മളൊരു പ്രൊഡ്യൂസറിനെ സേഫ് ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് അവൈലബിൾ ആയിരിക്കുക, റൈറ്റർ പറയുന്ന സീൻ ഭംഗിയായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ സമയത്ത് ഒരുപാട് പുതിയ ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് വരിക, 2 മണിക്കൂർ ക്യാരവനകത്തിരുന്ന് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുക, 2 മണിക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങുക, 4 മണിയാകുമ്പോൾ അവർ പോകണമെന്ന് പറയാം. അവർ പോകുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അവിടേക്ക് ഒരു പുതിയൊരാൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പറയുന്ന മറുപടി നിങ്ങൾക്ക് തരുന്നില്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ. അത് അദ്ദേഹത്തിനോട് സിനിമയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു രീതിയിൽ. അപ്പം ചിലപ്പോൾ അദ്ദേഹം സിനിമകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നുണ്ട്, അതിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വേറൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ സെലക്ഷനാണത്. അതായത് അദ്ദേഹത്തിൻ്റെ മാത്രം സെലക്ഷനാണ്. അപ്പോൾ അദ്ദേഹം അതിന് ആൻസർ അദ്ദേഹം മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ സിനിമകൾ കൊണ്ട് എത്രയോ പേരുകൾ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്, എത്രയോ പ്രൊഡ്യൂസേഴ്സ്. ഇപ്പം എന്താണ് പറയുന്നത്, എന്തിനാണ് ഇദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾക്കൊരു ലാഭമില്ലാതെ മറ്റൊരു പ്രൊഡ്യൂസർ പിന്നെ വരുമോ? ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വെച്ച് ഇദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ അഭിനയിക്കുന്നു, ഞങ്ങളെല്ലാവരും അഭിനയിക്കുന്നു, അടുത്ത വീണ്ടും ഒരാൾ എന്ന് പറയുമ്പോൾ ആരാണ് ഹീറോ? ധ്യാനാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് വെച്ച് എന്തെങ്കിലും ഒരു ലാഭമില്ലാതെ വരുമോ? ആൾക്കാർ ചിലപ്പം പറയുന്നുണ്ട് ഇത്ര സിനിമകൾ, ഏത് സിനിമയാണ് ഓടുന്നത്, തിയേറ്ററിൽ മറ്റേതാണോ മറിച്ച് ഇത് ഓടുന്നുണ്ടോ, എത്ര ബിസിനസ് ഉണ്ടാവാതെ ഒരു ആക്ടറെ വെച്ച് ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കാൻ മണ്ടന്മാരൊന്നും അല്ലല്ലോ വരുന്ന പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ സിനിമകൾ നടക്കുന്നുണ്ട്, ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം സിനിമകൾക്ക് തട്ടുകളുണ്ടാവാം, ഒരുപാട് വലുത് ചെറുത് അതിൻ്റെ താഴെ എന്നൊക്കെ പറഞ്ഞ തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ സിനിമകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു ഒരു നായകൻ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംശയമില്ല. പാർട്ട്നേഴ്സ് ആക്ച്വലി ഒരു ഹെയ്സ്റ്റ് ത്രില്ലർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സും കൂടെ ആയതുകൊണ്ട് തന്നെ ഈ ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ OTT വരുന്നതും തിയേറ്ററിൽ വരുന്നതായ ഹേസ്റ്റ് സിനിമകളൊക്കെ കണ്ട് ഒരു ശീലം കൂടെ ഉണ്ടല്ലോ. ഒരു ഹേസ്റ്റ് സിനിമ പറയുകയാണെങ്കിൽ
ഏതായിരിക്കും പേഴ്സണൽ ഒരു ഫേവററ്റ് ഈ ഹേസ്റ്റ് ജോണറിലുള്ള സിനിമകൾ? ഇവിടെയോ പുറത്തോ മലയാളത്തിലോ അങ്ങനെ ഏതായാലും? കുറേ സിനിമകളുണ്ടല്ലോ. ഇറ്റാലിയൻ ജോബ് ഇഷ്ടമാണ്. ഇപ്പം സീരീസിലും നേരത്തെ പറഞ്ഞ പോലെ മണി ഹേസ്റ്റ് ഇഷ്ടമാണ്. നമ്മൾ അവസാനം കണ്ടാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന മണി ഹേസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ, മണി ഹേസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക് ഇതും ഇഷ്ടപ്പെടാൻ ഉള്ളൊരു ചാൻസ് അങ്ങനെയൊന്നും പറയാം. അതൊക്കെ വലിയൊരു സ്കെയിലും വലിയൊരു പരിപാടിക്കകത്തും അത് നെറ്റ്ഫ്ലിക്സ് എടുത്തത് തന്നെ. കാരണം അത് വേറെ ഭാഷയിൽ അവർ ഇത് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് ബൈ ചെയ്ത സാധനം അല്ലേ? അപ്പം അതിൻ്റെ ഒരു സ്കെയിലും ഇതൊരു റീജിയണൽ, ഇതൊരു ചെറിയൊരു പത്രവാർത്ത, ഇത് ശരിക്കും ഒരു സ്കാമാണ്. ആ സ്കാം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബേസ് പ്ലോട്ട്. ആ സ്കാം ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇവരതിനെ ഒരു സിനിമാ കഥയാക്കി മാറ്റിയെടുത്തതാണ്. ആ സ്കാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് കേരളത്തിന് പുറത്ത് നടന്നൊരു സ്കാമിനെ ബേസ് ചെയ്തിട്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഭയങ്കര സെൻസേഷൻ ആയിരുന്നു ആ ന്യൂസ്. അത് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സിനിമയാക്കാനും ആ സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം നമ്മളെ സ്പെഷ്യൽ ചബ്ബീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്പെഷ്യൽ ചബ്ബീസ് ആണ് താനാ സേന്തക്കൂട്ടം. സ്പെഷ്യൽ ചബ്ബീസ് റീമേക്ക് ചെയ്ത്. സ്പെഷ്യൽ ചബ്ബീസ് എനിക്ക് ഭയങ്കര വർക്കായ പടം. ഹിസ്റ്റാണ് സിനിമ. അതൊരു പിന്നെ നമ്മൾ സ്കാം നമ്മുടെ സീരീസ് ഏതായിരുന്നടാ? സ്കാം 1991. അങ്ങനെ സ്കാമും ഇതൊക്കെ നമുക്ക് എവിടെയൊക്കെയോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് അങ്ങനത്തെ ജോണറിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ മലയാളത്തിൽ വരുന്നത് വളരെ വിരളമാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ ആ രീതിയിൽ ഈ ഒരു ഐഡിയ ആയിട്ട് നവീൻ ചേട്ടൻ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഇത് വായിച്ചത് കൊണ്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊരു സിനിമയായി വന്നു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നി. അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഐഡിയ കേട്ടപ്പോൾ അത് എഴുതി വന്നപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴുള്ള അതിന് ബാക്കി ജനങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കണം. പക്ഷെ ആ ബേസ് ഐഡിയ ഈസ് ഇൻട്രസ്റ്റിംഗ് എന്തൊക്കെ പറഞ്ഞാൽ. ശാവൻ ചേട്ടനെയും ആദ്യമൊക്കെ ഹുക്ക് ചെയ്യുന്നത് ഈ ഐഡിയയൊക്കെയാണോ ആദ്യം വരുന്നതും ഈ പേപ്പർ കട്ടിങ്ങിലുള്ള? തീർച്ചയായിട്ടും അല്ലേ. എനിക്ക് പേപ്പർ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ നവീൻ വന്ന് ഈ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുവരെ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ക്രൈം പരിപാടികളോട്ടാണ് വന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഫ്രഷ് ഫീലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കതൊരു പുതിയ അറിവായിട്ട് തോന്നുന്നു. നമുക്കിങ്ങനെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇത് കൊള്ളാം, ഒരു പുതിയ പരിപാടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ നമ്മുടെ ക്യാരക്ടർ ആണെങ്കിലും ഒരു അന്വേഷണവും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തന്നെയാണ്. പോലീസല്ല. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം അതൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മളൊരു പോലീസ് ഭാഷയൊന്നും അല്ലാതുള്ളൊരു ക്വസ്റ്റ്യനിങ് കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അതിലുപരി ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലോട്ടും ഈ കഥയുടെ മൊത്തത്തിലുള്ളൊരു പ്ലോട്ടിലോട്ടുമാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നി ഒരു വർക്കാവും തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സംഭവം തന്നെ ഉണ്ട് ഇതിനകത്ത്. ഈ വർഷങ്ങൾക്ക് ശേഷം റിലീസായപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ഏത് പേഴ്സ്പെക്റ്റീവ് നോക്കിയാലും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതായത് റിലീസായപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഹാപ്പിയാണ്, OTT റിലീസായപ്പോൾ ഈ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ട്രോളന്മാർ ഹാപ്പിയാണ്, ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ട് മീഡിയ മൊത്തം ഹാപ്പിയാണ്. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. OTT റിലീസ് ശേഷമോ മുമ്പോ ഒക്കെ അല്ലെങ്കിൽ തിയേറ്റർ റിലീസിന് ശേഷമൊക്കെ വിനീതേട്ടനെയും പ്രണവേട്ടനെയും അവർ രണ്ടുപേരും വിളിച്ചിട്ടുണ്ടോ? അവർ ഹാപ്പിയാണോ? എങ്ങനെയാണ് അവർ? ഞാൻ പൊതുവേ ചേട്ടനുമായിട്ട് സംസാരം വളരെ കുറവാണ്. ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല പ്രണവനോടും. കാരണം അവരവരുടെ അടുത്ത പരിപാടിയിലോട്ട് പോയി. കാരണം ഇത് സക്സസ് ഒന്നും നമുക്ക് ആര് ചെയ്തിട്ട് അവിടെ പുള്ളി ഇരിക്കില്ല. പുള്ളി അടുത്ത പടം നെക്സ്റ്റ് വർക്ക് തുടങ്ങി അതിന്റെ പ്രിയൊക്കെ തുടങ്ങിയിരിക്കുക. അപ്പൊ അതിനിടയിൽ ഞാൻ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ പല ഇന്റർവ്യൂവിലും, കാരണം ഞാൻ രണ്ടാമത്തെ ആഴ്ച ക്യൂവിലും നമ്മുടെ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞതാണ് ആ സിനിമകളുടെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള പാളിച്ചകളെ കുറിച്ചൊക്കെ. സെക്കൻഡ് വീക്ക് പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാണല്ലോ കട്ട് ചെയ്യാൻ പറഞ്ഞത്. അതാണ് ഞാൻ നിന്നോട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ അത് നീ കട്ട് ചെയ്യാതെ തന്നെ ഇട്ടു. ഇല്ല, കട്ട് ചെയ്തു. പക്ഷെ പല തവണ ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം പല പ്രശ്നങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞു കട്ട് ചെയ്തേക്കണില്ല. അപ്പോ കാരണം പടം തിയേറ്ററിൽ ഓടുവാണ്. അതായത് മെയിൻ പോർഷൻ നമ്മൾ കട്ട്, പക്ഷെ ഇത് പല തവണയായിട്ട് ഇത് പറയുന്നുണ്ട് ഈ ഓരോ ജെന്യൂൻ റിവ്യൂ ഒക്കെ. അപ്പൊ ഞാൻ അതിൽ മെയിൻ പോർഷൻ ചേട്ടന്റെ പടത്തിനെ പറ്റി ഞാൻ വന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലുള്ള
എത്രയോ ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടമായി, കുറെ പേർക്ക് അത് ഇഷ്ടമായില്ല. അതാണല്ലോ സിനിമ. സിനിമ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. എനിക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ക്യൂവിലുള്ള ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം ആ സിനിമയിൽ ചെയ്യുന്നതിന് മുന്നേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാനത് പറഞ്ഞത്. കാരണം പക്ഷെ അപ്പോഴും നമ്മൾക്ക് കിട്ടിയ ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിന് ജസ്റ്റിസ് കാണിക്കുക, അതിന് എത്രത്തോളം നമുക്ക് കമ്മിറ്റ്മെന്റ് എല്ലാം കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാ സിനിമയിലും ചെയ്യുന്നതാണ്, ഒരു സിനിമയിൽ മാത്രമല്ല, ഏട്ടൻ്റെ സിനിമയില്ല. പക്ഷെ ഏട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഇല്ലാന്ന് ഞാൻ പറയണില്ല, സമ്മതിച്ചേ പറ്റൂ. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയും കൂടി ആകുമ്പോൾ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു 70 വയസ്സുകാരനൊക്കെ നമ്മൾ സിനിമയിൽ നമ്മൾ അത് ഇത്രത്തോളം ഇതിന് മുന്നേ നമ്മൾ അതുപോലത്തെ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള ക്യാരക്ടറൊന്നും ചെയ്തിട്ട് പോലും ഇല്ല, ലൈഫിൽ ചെയ്തിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം ഇത് വർക്ക് ആയില്ലെങ്കിൽ. പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയും കൂടെ ആണല്ലോ. അതായത് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 2 മാസം 3 മാസം മുന്നേ ആണല്ലോ. 3 മാസം കമ്മിറ്റ് ചെയ്ത് 2 ദിവസം മുന്നെയാണ് കഥ കേട്ടത് ഷൂട്ട് തുടങ്ങുന്നതിന്. സെക്കൻഡ് ഹാഫ് ഈ വയസ്സാം കാലത്തുള്ള കഥ പോലും എനിക്ക് അറിയില്ല. അപ്പൊ കഥ പോലും കേൾക്കാതെ നമ്മളൊരു എന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ഹാഫിന്റെ ഒരു സീന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ തന്നെ ബാക്കി കഥ പറഞ്ഞില്ല. അപ്പോ അന്ന് ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് തർക്കം അടിയൊന്നുമല്ല, പക്ഷെ ചെറിയ രീതിയിൽ എനിക്ക് പുള്ളി അത് എഴുതി വെച്ച്. കാരണം നമ്മൾ 2 ദിവസം മുന്നേ പോയിട്ട് ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പിന്നെ ഞാൻ അഭിപ്രായം പറയുന്നതിലും കാര്യമില്ല. അപ്പോൾ കാരണം പുള്ളി സക്സസ്ഫുൾ ഫിലിം മേക്കർ, ഇത്തരം ഫോർമുലകൾ ഇങ്ങനത്തെ ഡ്രാമയും എമോഷണൽ ഡ്രാമയും റൊമാൻറ്റിക് ഡ്രാമയൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളി ചെയ്തിട്ടുള്ള പുള്ളിയുടെ സക്സസ് റേഷ്യോ 100% സക്സസ് റേഷ്യോ ഉള്ള ഒരു ഫിലിം മേക്കറാണ്. നമ്മൾ അതൊന്നും അല്ലാതെ വരുന്ന നടൻ. അപ്പോൾ നമുക്കത് പറയാനുള്ള വോയിസ് പോലില്ല. പക്ഷെ എനിക്ക് ഏട്ടൻ്റെ അടുത്തുള്ളൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ എനിക്ക് തോന്നിയ ഫ്ലോസ്. പക്ഷേ ഫ്ലോസിനേക്കാളും എനിക്ക് ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ വന്നാൽ കൊള്ളാമെന്നൊക്കെ തോന്നിയപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റിൽ പുള്ളിക്ക് അത് നമ്മളത് പറയുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് അത്തരം മാറ്റങ്ങളൊന്നും വരുത്താനുള്ളൊരു സമയമായിരുന്നില്ല. പിന്നെ ആ സമയത്ത് ഒരു പ്രഷർ അവസ്ഥയും കൂടി ഉണ്ടല്ലോ ഷോ. അപ്പം സെക്കൻഡ് ഹാഫിലാണ് ഈ മെയിൻ ഈ പറഞ്ഞ ഇത് വെച്ചിട്ടൊക്കെ വയസ്സായ കാലത്തുള്ള കെറ്റപ്പും പരിപാടിയൊക്കെ ആ ഏരിയ എനിക്ക് കഥയും അറിയില്ല, ഒരു പരിപാടി അറിയില്ല, അങ്ങനെ പോയി ചെയ്തതാണ്. പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ ചില സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ബേസ് ഐഡിയ അറിയാലോ, പക്ഷെ സ്ക്രീൻ പ്ലേ ആയിട്ട് അറിയില്ല. ഇതാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടി, ഇവൻ വരും, പിന്നെ ഇതൊക്കെയാണെന്ന് അറിയാം. അപ്പം പക്ഷെ വൺസ് ഒരു ലുക്കും പരിപാടിയും നമ്മളൊരു മീറ്റർ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അത് മീറ്റർ നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ, അത് ഡയറക്ടറിന് കൺവിൻസിങ് ആയി തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. കാരണം എനിക്കിപ്പം പ്രണവിന്റെ ലുക്കിനെ പറ്റി പലരും എത്രയോ ട്രോളുകൾ വന്നപ്പോഴും എൻ്റെ ലുക്കിനെ പറ്റി ഞാൻ ഏറ്റവും വിചാരിച്ചത് എൻ്റെ ലുക്കിനും ഈക്വലി ട്രോൾസ് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നുവെച്ചാൽ കാരണം നമ്മളെല്ലാവരും പ്രണവിനെ വല്ലപ്പോഴേ കാണുന്നുള്ളൂ, നമ്മളെ ഡെയിലി മീഡിയയിലും യൂട്യൂബിലൊക്കെ കാണുന്ന. അപ്പൊ എന്നെ കൂടുതൽ കാണുന്നത് കൊണ്ട് തന്നെ കൺവിൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കിടയിൽ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ ആൾക്കാർക്ക് ഓക്കെ ആയി തുടങ്ങി. ട്രെയിലർ വന്നപ്പോഴേക്കും കുഴപ്പമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ തിയേറ്ററിൽ പ്രണവ് ഓക്കെ ആയിരുന്നു, OTT വന്നപ്പോഴേക്കും പ്രണവിന്റെ മേക്കപ്പ് ആൻഡ് ലുക്കിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ മോക്ക് ചെയ്യാൻ തുടങ്ങി. അത് ചിലർക്ക് ഡയറക്ടറിന് കൺവിൻസ്ഡ് ആയിടത്തോളം പിന്നെ നമുക്ക് അവിടെ ഒരു കോളില്ല. പക്ഷെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ അന്ന് ഷൂട്ടിന് മുന്നേ ഒക്കെ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പൊ ഈ ഹെയർ ഷേവ് ചെയ്തിട്ട് തിരിച്ചിതാക്കാൻ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ റോണക് ചേട്ടൻ വന്നിട്ടൊക്കെയാണ് അത് കൺവിൻസ് ചെയ്യുന്നതൊക്കെ. അപ്പോഴും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ മുരളി എന്നുള്ള ക്യാരക്ടറിന് ഈ ഇപ്പോൾ ട്രോള് വരുന്നതൊക്കെ ഈ ഹാരി പോട്ടറിലെ ഡംബിൾഡോറിനെ പോലുള്ള മുടി എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു സേ ഉണ്ടായിരുന്നോ ചേട്ടൻ ഇത് മോക്കറി ആയിട്ട് തോന്നാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ വിനീതേട്ടനോട് പറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ഓൾറെഡി എൻ്റെ ലുക്കിനെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷനിലാണ്. ടെൻസ്ഡ് ആണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വലിയ പ്രൂവൺ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നുമല്ല. ഓക്കെ, ഇങ്ങനത്തെ അതും ലാൽ സാറും അച്ഛനും ചെയ്യാൻ വെച്ചിരുന്നൊരു വേഷമാണ് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ചെയ്യുന്നത്. അച്ഛന് വയ്യാത്തതുകൊണ്ട് മാത്രമാണ് അത് മാറിപ്പോയത്. അപ്പൊ അത് ലാസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ അറിയുന്നത്. പ്രണവ് 2 വർഷത്തിന് ശേഷമാണ് 2 വർഷത്തിന് ശേഷം ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന സിനിമ. പ്രണവ് ആസ് എൻ ആക്ടർ എന്നെ ആക്ച്വലി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിൽ. കാരണം നമ്മൾ എല്ലാ ദിവസവും ക്യാമറ കാണുന്നുണ്ട്. ഞാൻ
എല്ലാ ദിവസവും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കും, നമുക്ക് ഇൻഹിബിഷനോ ഒന്നുമില്ല. പക്ഷെ 2 വർഷം ക്യാമറയോ സിനിമയെ കുറിച്ച് ഒരു ബന്ധമില്ലാതെ വന്നിട്ട്, ഒന്നുമില്ലാതെ വന്നിട്ട് നേരെ വന്നിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത്, ഒരു റിഹേഴ്സലോ വർക്ക്ഷോപ്പോ ഒന്നുമില്ലാതെ വന്നിട്ട് ഫസ്റ്റ് ഷോട്ട് അവൻ സിഗരറ്റ് വലിക്കുന്ന ഒരു ഷോട്ടാണ്. അതൊക്കെ എങ്ങനെയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നിയ സാധനമാണ്. അവൻ വലിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് ഞാൻ നോക്കുന്നതൊക്കെ. അപ്പം ഒരു ബോണ്ട് സാധനം എവിടെയൊക്കെയോ ഉണ്ട്, ഒരു ആക്ടർ ഉണ്ട് പുള്ളിക്കകത്ത്. പുള്ളിയുടെ ഇൻട്രസ്റ്റും പുള്ളിക്ക് അതിലോട്ടുള്ള പാഷൻ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അല്ലെങ്കിൽ പുള്ളി വല്ലപ്പോഴും വന്ന സിനിമ ചെയ്യുന്ന ആളാണ്. പക്ഷെ ആ ചെയ്യുന്നതിന് പുള്ളി ആ സമയം അല്ലെങ്കിൽ ആ ഷോട്ടിനിടയിലുള്ള സമയത്ത് ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ പുള്ളി നടത്തുന്നുണ്ട്. ആൻഡ് അതൊരു ഹൃദയത്തിന് ശേഷം നോക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിനേക്കാളും പെർഫോമൻസ് വൈസ് എനിക്ക് 1 സ്റ്റെപ്പ് മുകളിലാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവിൻ്റെ, ഡെഫിനറ്റ് ആയിട്ട്. അത് എനിക്ക് അത് അത്രത്തോളം ആൾക്കാർക്ക് അത് തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അടുത്ത് നിന്ന് കണ്ടപ്പോഴും എനിക്ക് ഹൃദയത്തിനേക്കാളും പേഴ്സണൽ ഫേവറേറ്റ് പ്രണവിൻ്റെ വർഷങ്ങൾക്ക് ശേഷമാണ്. നിങ്ങളങ്ങനെ ഇപ്പോൾ പോസ്റ്റ് റിലീസൊക്കെ ഈ പെർഫോമൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട അവസ്ഥകൾ ഇപ്പോൾ എപ്പോഴും പറയുന്നത് പ്രണവ് എവിടെ പോയി, പ്രണവ് ഏതെങ്കിലും മലയുടെ മുകളിലായിരിക്കും എന്നൊക്കെ പറയുന്ന റിലീസിന് ശേഷം മീഡിയയുടെ മുന്നിലൊന്നും വരില്ല, പ്രസ് മീറ്റിന് വരുന്നില്ല എന്നുള്ള ഒരു കൗണ്ടർ സാധനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? പെർഫോമൻസ് തിയേറ്ററിൽ ഇത് വർക്കായോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു. വൺ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളല്ല, ആ സമയത്തായിക്കോട്ടെ നമ്മൾ ഭയങ്കര രസിച്ചും തമാശ പറഞ്ഞും ആ ആക്ഷനും കട്ടിനും ഇടയിലുള്ള പരിപാടി അല്ലാതെ നമ്മളാരും അതിനിടയിലൊന്നും, അത് നമ്മൾ എവിടെ പോയാലും പ്രത്യേകിച്ച് ഞാനുള്ള സെറ്റിൽ നമ്മൾ അതിനെ വളരെ ക്രിട്ടിക്കലായിട്ടൊന്നും ഇത് ചെയ്യാം. നമ്മൾ അൾട്ടിമേറ്റ്ലി ഡയറക്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന ഒരു സാധനമുണ്ട്. അത് ഏത് സിനിമയിലും, ഇപ്പം ഞാൻ ഷാൻചേട്ടൻ ചെയ്ത ഈ സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞങ്ങൾ വർക്ക് ചെയ്ത സിനിമയിലായിക്കോട്ടെ, ഡയറക്ടർ ഫോളോ ചെയ്യുന്നൊരു ഒരു അത് നമ്മുടെ കൺവിക്ഷനും നമ്മുടെ സെൻസിബിലിറ്റിക്കും ഇതാവുന്ന സാധനമാണെങ്കിൽ അത് നമ്മൾ പെർഫോം ചെയ്ത് നമ്മളൊന്ന് കണ്ടു നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ. അതിനപ്പുറം നമ്മൾ കൂടുതൽ അതിനെ ക്രിട്ടിക്കലി നമ്മൾ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്ത് ഇത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ധ്യാൻ ചേട്ടൻ കണ്ടാണോ ഈ വർഷങ്ങൾക്ക് ശേഷം? പിന്നെ ഞാൻ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ധ്യാൻ ചേട്ടൻ എപ്പോഴും റിവ്യൂസ്, ഇപ്പോൾ സ്വന്തം വർക്കാണെങ്കിലും റിവ്യൂസ് ഭയങ്കര കൃത്യമായിട്ട്, അതായത് സ്വന്തം ഡയറക്ടോറിയൽ വരുന്ന ലവ് ആക്ഷൻ ഡ്രാമയിൽ പിന്നീട് പറയുമ്പോൾ ഓക്കെ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സ്ക്രീൻ പ്ലേയിൽ വർക്കായില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഹൃദയം ക്രിഞ്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം തന്നെ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷത്തിനേക്കാൾ എനിക്ക് വർക്കായത് ആവേശമാണെന്നൊക്കെ പറഞ്ഞു. ശാവൻ ചേട്ടന് വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് എന്താ തോന്നിയത് റിവ്യൂ? ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ട, സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇരുന്നാണ് ഞാൻ OTT-ലാണ് ഞാൻ കണ്ടത്. എനിക്ക് വിനീത് ശ്രീനിവാസനെ കുറിച്ചാണ് പറയാനുള്ളത്. അദ്ദേഹം സിനിമയെ കാണുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. വളരെ സീരിയസ് ആയിട്ടാണെന്ന് ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രീനിയേട്ടൻ ഉണ്ടായിരുന്ന, മീൻസ് ശ്രീനിയേട്ടനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ആ സിനിമയും ചെന്നൈയും കാര്യങ്ങളും ഒക്കെയാണ്. അദ്ദേഹം സിനിമ ചെയ്യുന്നത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. സിനിമ തിയേറ്ററിൻ്റെ, സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റായിട്ട് തിയേറ്ററാണല്ലോ. അദ്ദേഹം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാണ്. അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളത് തിയേറ്റർ എന്നുള്ളത്. അപ്പോൾ ആ സിനിമ തിയേറ്റർ വർക്കായോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രേക്ഷകൻ നോക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ സിനിമ ചെയ്ത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. ആ തിയേറ്ററിൽ ആ സിനിമ സക്സസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സക്സസ് തന്നെയാണ്. പിന്നെ അദ്ദേഹം ഇപ്പം ഇങ്ങനൊരു അഭിപ്രായങ്ങൾ വരുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പഠിച്ച് നെക്സ്റ്റ് ടൈം നിങ്ങൾ നോക്കിക്കോളൂ, ഇതിനപ്പുറമുള്ളൊരു ഗംഭീര പരിപാടിയായിട്ടായിരിക്കും അദ്ദേഹം വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ എന്നിലൊരു സിനിമാ പ്രവർത്തകനും ഒരു കാഴ്ചക്കാരനും വിനീതിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ നോക്കിയാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ കാസറ്റ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ ഒരാളാണ് അദ്ദേഹം, അല്ലേ? അത് നമ്മൾ വേറെ ഒരാളും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം അത് ശ്രമിച്ചു. അത് കാര്യം എത്ര പേർക്ക് അതിൻ്റെ ഒരു കിക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അത് വീണ്ടും അതിട്ട് കേൾക്കുക, ഇങ്ങനെ കറക്കി അത് വീണ്ടും ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഇട്ട് കേൾക്കുക എന്ന് പറയാം. അദ്ദേഹം അത് അനുഭവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന സിനിമയും സിനിമയുടെ ഇമോഷനും ഒക്കെ അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു തീർച്ചയായും വിമർശനങ്ങൾ അംഗീകരിക്കുക, അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണല്ലോ. അദ്ദേഹം അതിനൊരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൽ നിന്ന് പഠിച്ച് അദ്ദേഹം ഗംഭീര സിനിമയായിട്ട് വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. അവസാനമായിട്ട് ഇപ്പോൾ ആസ് എൻ ആക്ടർ നിങ്ങൾ രണ്ടുപേരുടെയും നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് റിലീസ് പാർട്ട്നേഴ്സാണ്. ഈ ഫസ്റ്റ് ഡയറക്ടോറിയൽ പറ്റി സംസാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഈ ഡയറക്ടോറിയലിൽ നെക്സ്റ്റ് ഐഡിയ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സും ഇപ്പോൾ കുറേ വാർത്തകളുണ്ടല്ലോ. അതായത് തിര 2 ഇപ്പോൾ ജൂഡേട്ടൻ ചെയ്തില്ലെങ്കിൽ ചേട്ടന് ഡയറക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജൂഡേട്ടൻ്റെ അല്ല ഇപ്പോൾ പിച്ച് ചെയ്ത് അല്ല, രാകേഷ് ചേട്ടൻ പൃഥ്വിരാജിനെ വെച്ച് ചെയ്യുന്നു പ്ലാൻ ചെയ്ത് പടം.
അല്ല അല്ല അങ്ങനെ ഒന്നും ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. അന്ന് ഇങ്ങനെ രാജുവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അന്ന് വർഷങ്ങൾക്ക് മുന്നേ അന്നൊരു ആലോചന ഉണ്ടായിരുന്നു. ആരടുത്തും പിച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി പ്ലാൻ ഉണ്ട്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടില്ല. ഏട്ടൻ എന്തായാലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത് ഭയങ്കര എനിക്ക് ഭയങ്കര പേഴ്സണൽ ബിക്കോസ് നമ്മുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തതാണ്. സെക്കൻഡ് പാർട്ട് വരുന്നു ട്രിലോജി എന്നുള്ള രീതിയിലൊക്കെയാണ് അത് അനൗൺസ് ചെയ്തത്. അപ്പൊ അത് ചെയ്യാതെ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അതും ഒരു കഥ ഉണ്ടായിട്ട് ബിക്കോസ് സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടെ രാജേഷേട്ടൻ കുറച്ചുകൂടെ വൃത്തിക്ക് അതിനൊരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റെപ്പ് ഔട്ട് ലൈൻ ഉള്ളൊരു കുറച്ചുകൂടെ ബിഗർ സ്കെയിലിൽ ഇന്ന് അത് സംഭവിച്ചാൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വലിയ സിനിമ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. അത് സീരിയസ് ആയിട്ട് തന്നെ ചേട്ടൻ ഡയറക്ടോറിയലിനെ ആലോചിക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ ഈ അടികപ്പിയായിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? അടുത്ത ഡയറക്ടോറിയൽ തിരാറ്റു തന്നെ ആയിരിക്കും? അടുത്ത ഡയറക്ടോറിയൽ എന്താ അടുത്ത ഡയറക്ടോറിയൽ ഒരു റൊമാൻറ്റിക് ഡ്രാമ റോം കോം പരിപാടി തന്നെയാണ്. അവിടെയും വിനീത് ശ്രീനിവാസൻ ടച്ചിലുള്ള അതാണോ? അല്ല അങ്ങനത്തെ ഒരു ആ പരിപാടിയല്ല. കാരണം റൊമാൻസ് നോക്കുമ്പോൾ എപ്പോഴും വിനീതേട്ടൻ്റെ ഒരു സ്കൂൾ ഉണ്ടല്ലോ, ഇപ്പൊ GVM സ്കൂൾ എന്നൊക്കെ പറയണ പോലെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ വിനീതേട്ടൻ്റെ. ഒരു സക്സസ്ഫുൾ ഫോർമാറ്റ് തന്നെയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല. അല്ല ഞാൻ പറഞ്ഞ ഒരു എന്താ പറയണ്ടേ, ഒരു ലവ് സ്റ്റോറി, ഒരു മിഡിൽ ഏജ് മാൻ്റെ ലവ് സ്റ്റോറിയാണ്, ഒരു ചെറുപ്പക്കാരൻ്റെ ലവ് സ്റ്റോറി അല്ല. അപ്പൊ തന്നെ ക്രഞ്ചല്ല, കുറച്ചുകൂടെ മെച്ചുവേർഡ് ലവ് സ്റ്റോറി ആയതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു, പക്ഷെ കൊമേഴ്ഷ്യലാണ്, ഫൺ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മധ്യവയസ്കന്റെ ലവ് സ്റ്റോറിയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ടിങ് ഇത് കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നത്. ഷാജൻ ചേട്ടന്റെ ആക്ടർ അല്ലാതെ നടക്കുന്നു, എല്ലാം ഉടനെ സംഭവിക്കുന്നു വിചാരിക്കുന്നു, എന്റെ പുറകെയാണ്. പാർട്ട്നേഴ്സിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.